നോർമലി യൂട്യൂബ് ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ ടൈറ്റിലൊക്കെ ഹാഷ്ടാഗ് ഒക്കെ കൊടുക്കുന്നതാണ്. ഇനി അത് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്താണ് ഹാഷ്ടാഗ്, എന്താണ് ടാഗ്? ഈ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്കറിയാം. നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നോക്കുന്നത്. ഒന്ന് ഹാഷ്ടാഗ്, രണ്ട് ടാഗ്, മൂന്ന് കീവേഡ്സ്. ഈ മൂന്ന് കാര്യം എന്താണ് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇതിൽ എല്ലാവരും കൺഫ്യൂസ് ആവുന്ന ഒരു കാര്യം ടാഗും ഹാഷ്ടാഗും തമ്മിലാണ്. ഹാഷ്ടാഗ് എവിടെ കൊടുക്കണം എന്ന് ആൾക്കാർക്ക് അറിയില്ല. അപ്പോൾ ഹാഷ്ടാഗ് ആയിട്ട് നമുക്ക് ആദ്യം തുടങ്ങാം. ഹാഷ്ടാഗ് എന്ന് പറയുന്നത് ഒരേപോലെയുള്ള പല കാര്യങ്ങൾ, പല ഇപ്പം ഉദാഹരണം പറയാമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ടൂറിസം എന്ന് പറയാമെന്നുണ്ടെങ്കിൽ കണ്ണൂർ ടൂറിസവുമായി ബന്ധപ്പെട്ട പല പല സ്ഥലങ്ങളുണ്ടാവും. ഈ സ്ഥലങ്ങളെയൊക്കെ ചെയ്ത വീഡിയോസൊക്കെ കൂടി ഒരു ഗ്രൂപ്പ് ആക്കുന്നതിനാണ് ഹാഷ്ടാഗ് പറയുന്നത്. അതായത് ഹാഷ്ടാഗിൽ വരിക ഈ ഒരു ഗ്രൂപ്പിലാണ്. അതായത് ഹാഷ് ഇട്ടിട്ട് കണ്ണൂർ ടൂറിസം എന്ന് പറയുമ്പോൾ നമ്മൾ കണ്ണൂരിലെ ഏത് സ്ഥലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ചെയ്ത ആളുകൾക്കും ഈ ഹാഷ്ടാഗ് കൊടുക്കുക. അതൊക്കെ എന്ത് ചെയ്യും, ഒരു ഗ്രൂപ്പായിട്ട് മാറും. ഇതാണ് ഹാഷ്ടാഗിൻ്റെ മെയിൻ തീം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഒരു വീഡിയോക്ക് നമുക്ക് പരമാവധി കുക്കിംഗ് വീഡിയോ ആണെങ്കിൽ ഹാഷ് കുക്കിംഗ് വീഡിയോ, ഹാഷ് എന്ത് ചെയ്യാം, പിന്നെ ബിരിയാണി ആണെങ്കിൽ ഹാഷ് ബിരിയാണി എന്ന് പറഞ്ഞ് കൊടുക്കുക, അതായത് സ്പെസിഫിക് ആക്കാം. പിന്നെ ഹാഷ് നമ്മുടെ പേര് വേണമെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ പേര് വേണമെങ്കിൽ കൊടുക്കുക. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, അത് ക്ലബ് ചെയ്ത് കൊണ്ടുവരാം. പക്ഷേ ഇത് കണ്ടമാനം ഹാഷ്ടാഗ് കൊടുക്കുന്നതിനെ കൊണ്ട് കാര്യമൊന്നുമില്ല. ഇതാണ് അതിൻ്റെ ഫോർ പർപ്പസ്. അപ്പോൾ ഹാഷ്ടാഗ് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. നിങ്ങൾ ടൈറ്റിൽ, ലെങ്ത് ആയിട്ടുള്ള വീഡിയോൻ്റെ ടൈറ്റിൽ ഹാഷ്ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ കൊണ്ട് കൊടുക്കരുത്. ഷോർട്ട് വീഡിയോക്ക് നിങ്ങൾക്ക് ഹാഷ്ടാഗ് കൊടുക്കുക, അത് കുഴപ്പമില്ല. പക്ഷേ ലെങ്ത് വീഡിയോക്ക് നിങ്ങൾ കൊണ്ടുപോയി ഹാഷ്ടാഗ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി എന്താണ് ടാഗ് എന്ന് പറയുന്നത്? ടാഗ് പറയുന്നതിന് മുന്നേ ഞാനത് ഒരു എക്സാമ്പിളോട് പറഞ്ഞുതരാം നിങ്ങൾക്ക്. നമ്മൾ ഒരു സോപ്പ് പെട്ടിയും ഒരു ഡയമണ്ട്, ഇത് രണ്ടും ഓരോ ബോക്സിലാക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ രണ്ടിനും വാല്യൂ സെയിം അല്ലല്ലോ. രണ്ടും വ്യത്യസ്തമായ പ്രൊഡക്റ്റുകളാണ്. അതായത് ഒന്ന് സോപ്പാണ്, ഒന്ന് ഡയമണ്ടാണ്. അപ്പോൾ ഇതെന്താണ് എന്ന് വളരെ കൃത്യമായി അതിന് മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കാണുന്ന മെൻഷൻ ചെയ്ത ബോക്സിനുള്ളിൽ എന്താണ് എന്ന് എഴുതി വെച്ചത് പ്രകാരമാണ് നമ്മൾ അതിൻ്റെ വാല്യൂ തിരിച്ചറിയുന്നത്. ഇതേ രീതിയിലാണ് യൂട്യൂബ് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ വീഡിയോ എന്താണ്, അതിൻ്റെ വാല്യൂ എന്താണ് എന്ന് യൂട്യൂബ് മനസ്സിലാക്കുന്നത് ഈ പറയുന്ന ടാഗിലും ഹാഷ്ടാഗിലും ഡിസ്ക്രിപ്ഷനിലൊക്കെ വെച്ചിട്ടാണ്. അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് ടാഗ്സും മറ്റു കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ എന്താണോ അത് വളരെ കൃത്യമായിട്ട് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ടാഗ് എന്ന് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടി പറയാൻ, നമ്മുടെ വീഡിയോ എന്താണ് എന്ന് പറയുന്ന ചില വേർഡ്സ് ആണ് ടാഗ്. ഇത് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞ് അങ്ങനെ പറയാം. അതായത് നേരത്തെ പറഞ്ഞ പോലെ കണ്ണൂർ ടൂറിസം എന്നാണെങ്കിൽ കണ്ണൂർ ടൂറിസം മലയാളം എന്ന് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ടൂറിസം കണ്ണൂർ എന്ന് കൊടുക്കുന്നത്, ഇങ്ങനെ പറയുന്ന കുറേ വേർഡ്സ് ആണ് ടാഗ് എന്ന് പറയുന്നത്. ഇനി കീവേഡ്സ് എന്താണ്? കീവേഡ്സും ടാഗ്സും തമ്മിൽ ചെറിയ നാരോ ആയിട്ടുള്ള വ്യത്യാസം. അതായത് നമുക്ക് വ്യത്യാസം തന്നെ പറയാൻ പറ്റില്ല, കാരണം രണ്ടും ചില സമയത്ത് ഒരുപോലെ വരും. എങ്കിലും കീവേഡ്സ് ആയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം, അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ കീവേഡ് കൊടുക്കാൻ ഏറ്റവും നല്ല വഴി, നിങ്ങൾ യൂട്യൂബിൽ കയറിയിട്ട് നിങ്ങൾ ചാനൽ എന്തിന് ബേസ് ആയിട്ടാണോ അത് മുകളിൽ ടൈപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ കണ്ണൂർ ടൂറിസം തന്നെ നമുക്ക് പിടിക്കാം. ആ കണ്ണൂർ ടൂറിസം എന്ന് അടിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലിസ്റ്റായിട്ട് കണ്ണൂർ ടൂറിസവുമായി ബന്ധപ്പെട്ട് ഒരു ലിസ്റ്റ് ഇങ്ങനെ താഴോട്ടേക്ക് വരും. ഈ ലിസ്റ്റിലുള്ള വേർഡ്സ് ഉണ്ടല്ലോ, ഇതാണ് നിങ്ങൾ കീവേഡായിട്ട് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ കീവേഡ്സ് അതുപോലെ പേപ്പറിൽ എഴുതി എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഡിസ്ക്രിപ്ഷനിൽ ഇട്ടാൽ മതി. അതുപോലെ തന്നെ നിങ്ങളുടെ ടൈറ്റിലും ഇതിലേതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താം. ഏതെങ്കിലും ഒരു സംഭവം ഇതിൽ വരുന്ന ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് നിങ്ങൾ ടൈറ്റിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഈ പറയുന്ന കണ്ണൂർ ടൂറിസം സെർച്ച് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന ലിസ്റ്റിലുള്ള ഏതെങ്കിലും ഒരു വേർഡ് സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ അല്ലെങ്കിൽ നാലാമത്തെ ലിസ്റ്റായിട്ട് നിങ്ങളുടെ വീഡിയോ കാണിക്കും. ഇതുവഴി നിങ്ങളുടെ വീഡിയോസിന് അത്യാവശ്യം വ്യൂസ് കയറി വരും. അത് ചിലത് സബും വരും. പിന്നെ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റീൻ്റെ മുകളിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, പിന്നെ കീവേഡ്സ് നമ്മൾ ഇടുന്ന സമയത്ത് മുകളിൽ സെർച്ച് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതാണ് സിമ്പിളായിട്ട് തുടക്കക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതി. ഇനി നമുക്കിതിന് സഹായിക്കുന്ന ആപ്പുകളുണ്ട്. ടാഗ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു ആപ്പാണ് ഈ rapid-tags.io. അപ്പോൾ അതിൻ്റെ വേർഡ്സ് ശ്രദ്ധിക്കുക. റാപ്പിഡ് ടാഗ്സ് എന്നാണ്, റാപ്പിഡ്സ് എന്നില്ല, rapid-tags.io. അപ്പോൾ അത് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു ഇൻ്റർഫേസ് ആണ് കിട്ടുക. ഇവിടെ നിന്ന് യൂസ് ടാഗ് ജനറേഷൻ എന്ന് പറയുന്ന ഈ റെഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണോ ജനറേറ്റ് ചെയ്യേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറേ മുന്നേ ചെയ്താണ്. ഇപ്പോൾ കണ്ണൂർ ടൂറിസം നേരത്തെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് കണ്ണൂർ ടൂറിസം എടുത്തു, സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുക്കുന്ന സമയത്ത് കണ്ണൂർ ടൂറിസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ടാഗ്സ് നമുക്ക് ഇവിടെ കാണും. അപ്പോൾ ഈ ടാഗ്സ് ആണ് നമ്മൾ കോപ്പി ചെയ്തെടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പോൾ യൂട്യൂബ് ടിപ്സുമായിട്ട് ബന്ധപ്പെട്ട എനിക്ക് ഞാൻ അതന്നെ ചെയ്ത് കാണിച്ചില്ല. അപ്പോൾ യൂട്യൂബ് ടിപ്സ് എന്ന് പറയുന്നത് യൂട്യൂബ് ടിപ്സ് മലയാളം ഇവിടെ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ടിപ്സ് മലയാളം സെർച്ച് ചെയ്യാം. അപ്പോൾ കുറേ ആൾക്കാരുടെ പിന്നെ എന്താണ് നമ്മുടെ ടൈറ്റിൽ കൊടുത്തതൊക്കെ ഇതിൽ വരും, എല്ലാം വരും. ഇപ്പോൾ യൂട്യൂബ് പറഞ്ഞാൽ മലയാളം വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പല പേരുകളും വരും. നമുക്ക് വേണ്ടാത്തത് ഇപ്പം 2018 നമുക്ക് ആവശ്യമില്ല.
അപ്പോൾ യൂട്യൂബ് ടിപ്സ് ആൻഡ് ട്രിക്സ് ബാക്കിയൊക്കെ ഓക്കെ, മലയാളം യൂട്യൂബർ ഒക്കെ ഇതൊക്കെ എനിക്ക് വേണം. അപ്പോൾ ഞാനിതൊക്കെ കോപ്പി ചെയ്യാം. കോപ്പി ടാക്സ് മുഴുവനായിട്ടും നമ്മൾ കോപ്പി ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇത് ടാഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. നമ്മൾ യൂട്യൂബ് ഇതിൽ അനലറ്റിക്സിൽ കയറി കഴിഞ്ഞാൽ, YT സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഈ ടാഗ് ഇടാൻ വേണ്ടിയിട്ടൊരു സെക്ഷൻ ഉണ്ട്. അവിടെ തന്നെ കൊണ്ടുപോയിട്ട് ഇടാം. 2-3 ട്രിക്സ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാൻ, എന്നാലും മാത്രമേ പഠിക്കുള്ളൂ. ഫുള്ള് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇനി നേരെ നമുക്ക് യൂട്യൂബിൻ്റെ YT സ്റ്റുഡിയോ നമുക്ക് ബ്രൗസറിൽ എടുക്കാം. ഈ ഫയർഫോക്സ് എന്ന് പറയുന്ന ബ്രൗസറിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക, എന്നിട്ട് ഇത് ഓപ്പൺ ആക്കുക. ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇവിടെ ഓൾറെഡി യൂട്യൂബ് സ്റ്റുഡിയോ എന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മുകളിൽ യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്താൽ കിട്ടും. യൂട്യൂബ് സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ യൂട്യൂബ് സ്റ്റുഡിയോ വരും. യൂട്യൂബ് സ്റ്റുഡിയോ വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾ ടൈപ്പ് കൊടുത്താൽ അത് അവിടെ വരും, അതെടുത്താൽ മതി. അപ്പോൾ ഇതിൽ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യും, യൂട്യൂബ് സ്റ്റുഡിയോ തന്നെ ഇപ്പോൾ ഓപ്പൺ ആയിട്ട് വരും. ക്രോമിലെടുത്താൽ ചിലപ്പോൾ നേരെ അത് YT സ്റ്റുഡിയോ ആപ്പിലേക്കാണ് പോകുക. ആപ്പിലേക്കല്ല കയറേണ്ടത്, നമ്മൾ ഇതിലേക്കാണ് വരേണ്ടത്. ഇനിയിപ്പോൾ ഇത് കിട്ടാത്തവരുണ്ടെങ്കിൽ studio.youtube.com ടൈപ്പ് ചെയ്താൽ മതി. മുകളിൽ കാണുന്നുണ്ടല്ലോ, അത് ഡയറക്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും വരും. ഇനി നമുക്ക് ഇവിടെ ഞാൻ ലാസ്റ്റ് ചെയ്ത വീഡിയോ എടുക്കാം. ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ടാക്സ് കൊടുക്കുകയാണ്. ഞാൻ ടാക്സ് കൊടുത്തിട്ടൊന്നുമില്ല ഇതിൽ, കാരണം അല്ലാതെ തന്നെ കുറച്ച് കീവേഡ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് കണ്ടോ നിങ്ങൾ, ഇവിടെ കീവേഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ടാക്സ് സെക്ഷനിൽ അത് കൊടുക്കാതിരുന്നത്. നമുക്ക് ടാക്സ് സെക്ഷനിൽ കൊടുക്കുന്നത് എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം. ഇവിടെ ഈ ആൾട്ടേർഡ് കണ്ടന്റ് ഇതൊക്കെ വരുന്ന സ്ഥലത്ത്, അതായത് ഇതുപോലെ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ നമുക്ക് മോർ ഓപ്ഷൻ കാണാൻ പറ്റും. ഷോ മോർ. ഈ ഷോ മോറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോഴാണ് ഇതൊക്കെ ഓപ്പൺ ആയിട്ട് വരിക. ഷോ മോറിൽ ക്ലിക്ക് ചെയ്തിട്ട് മുകളിലോട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടാക്സ് എന്ന് പറഞ്ഞൊരു ബോക്സ് കാണാം. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തതൊക്കെ ഇവിടെ കൊണ്ടിട്ട് പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ വന്നിട്ടുണ്ട്. 500 ടാക്സ് ആണ് നമുക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുന്നത്. അതാ ഈ ടാക്സ് ഒക്കെ ഇവിടെ ഇതുപോലെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് കൊടുക്കുക. ഇതാണ് ടാക്സ് സാധാരണ ആഡ് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത്. ഇനി ഞാനിവിടെ അധികം ആഡ് ചെയ്യാറില്ല, കാരണം എനിക്ക് കൂടുതൽ സെർച്ചിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷനിലാണ്. ഇതുണ്ടോ, ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ഇട്ടിട്ടുണ്ട്. ഞാൻ ഇതേപോലെയാണ് ഞാൻ ചെയ്യുന്നത്. ഡിസ്ക്രിപ്ഷനിലാണ് കൂടുതലായിട്ട് ആഡ് ആക്കുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ കോമ ആവശ്യമില്ല. കോമ നമ്മൾ ഒഴിവാക്കണം. കോമ ഒഴിവാക്കിയിട്ട് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഇതുപോലെ ഇടാം. ഇതിന് വേറൊരു രീതി കൂടെ ഉണ്ട്. നമുക്ക് ChatGPT വെച്ചിട്ട് സിമ്പിളായിട്ട് വേണമെങ്കിൽ ഇതുപോലെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നത് എഴുതിയെടുക്കാം. കോമ കളയാൻ മടിയുള്ളവർക്ക്, എന്നെപ്പോലുള്ള മടിയന്മാരാണെങ്കിൽ ഈ പരിപാടിയൊക്കെ എടുക്കുള്ളൂ. അതുകൊണ്ട് മടിയില്ലാത്തവർ അത് മാനുവലി തന്നെ കോമ ഡിലീറ്റ് ചെയ്ത് ചെയ്തോട്ടാം. ഇനി മടിയുള്ളവർക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. പ്ലേ സ്റ്റോർ ആപ്പിലേക്ക് വരിക. അവിടെ വന്നിട്ട് ChatGPT എന്ന് ടൈപ്പ് ചെയ്യുക. ChatGPT നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യുക. ഇവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത് കാണുന്നതാണ് അപ്ഡേറ്റ് എന്നുണ്ടോ, ഇതാണ് ChatGPT. ഞാൻ ജസ്റ്റ് അപ്ഡേറ്റ് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ അപ്ഡേറ്റ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അപ്ഡേറ്റ് കൊടുത്തു. അത് അപ്ഡേറ്റ് ആവുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇൻസ്റ്റാളേഷനും വരുന്നത്. ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക. ഓപ്പൺ കൊടുത്താൽ ഇതുപോലെ വരും. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമ്മൾ Gmail ID വെച്ചിട്ട് സൈൻ ഇൻ ചെയ്യുക. കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മുടെ ഇമെയിൽ ID ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ എന്താണ് നമ്മുടെ ഇമെയിൽ ID ഉള്ളത് അത് ഓപ്പൺ ആയിട്ട് വരും. ലോഗിൻ ആയി ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻ്റർഫേസ് ഓപ്പൺ ആയി വരും. ഇനി നമ്മൾ ഇവിടെ ഡയറക്റ്റ് നേരത്തെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം. പേസ്റ്റ് ചെയ്തിട്ട് താഴോട്ടേക്ക് പിന്നെ ഇവിടെ ടൈപ്പ് ചെയ്യുക റിമൂവ്. ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്യുക റിമൂവ് ഈ കോമ ഫ്രം ഇറ്റ് ആൻഡ് ആഡ്. ഇങ്ങനെ തന്നെ ടൈപ്പ് ചെയ്യണ്ട. ആഡ് ലൈൻ ബ്രേക്ക്. ലൈൻ ബ്രേക്ക് തന്നെ പറയാം താഴെ വരുന്നത്. നമ്മൾ കമാൻഡ് കൊടുത്തു. കണ്ടോ, അത് വരുന്നുണ്ടോ, കംപ്ലീറ്റ് കോമ കളഞ്ഞിട്ട് വന്നു. ഇതാണ് ഞാൻ കൊടുത്തത്, റിമൂവ് കോമ ഫ്രം ഇറ്റ് ആൻഡ് ആഡ് ലൈൻ ബ്രേക്ക്. ഇനി ഇത് കോപ്പി ചെയ്താൽ മതി. ഇത് കോപ്പി ചെയ്യാം. എന്നിട്ട് നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോയിൽ YT സ്റ്റുഡിയോ കയറിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്താൽ മതി. ഡിസ്ക്രിപ്ഷനിൽ ഡയറക്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ വന്നിട്ട്
ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ ഞാൻ നേരത്തെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇത് ഇങ്ങനെയും കൊടുക്കാം. ടോപ്പിക്ക് കവേർഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നതാണ് നല്ലത്. ഇങ്ങനെ ടോപ്പിക് കവേർഡ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ആണ് കൊടുക്കേണ്ടത്. പഴയ രീതിയാണ്. മുന്നേ ഇങ്ങനെ കൊടുക്കുന്നതിൽ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ കൊടുത്താലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ കീവേഡ്സ് പ്രകാരമുള്ള സെർച്ചൊക്കെ നമ്മുടെ വീഡിയോ കാണിക്കും. ഇപ്പോൾ നിങ്ങൾ കുക്കിംഗ് വീഡിയോ അങ്ങനെയുള്ള വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറേ കീവേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് വെച്ച് ആരെങ്കിലും സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോ അത് കാണിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് വ്യൂസും വരും, പിന്നെ സബ്ബൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ആഡൊക്കെ ഇങ്ങനെയാണ്. ഇനി ഒരു ടൂൾ കൂടി കാണിച്ചു തരാം. ഇതുപോലെ തന്നെ സെയിം ആണ്. മറ്റൊരു ടൂൾ കൂടി, 2 ടൂൾ നമുക്ക് പരീക്ഷണം നടത്താം. പല വ്യത്യസ്തമായ കീബോർഡുകൾ നമുക്ക് കിട്ടും. ട്യൂബർ ആങ്കർ എന്നാണ് അതിൻ്റെ പേര്. ട്യൂബർ ആങ്കർ എടുക്കുക, നമ്മളിതുപോലെ സൈറ്റിൽ എൻ്റർ ചെയ്യുക. അപ്പോൾ ട്യൂബർ ആങ്കറിൽ കുറേ ടൂൾസ് ഉണ്ട്. ഇതിൽ ടാഗ് ജനറേറ്റർ ആണ് നമുക്ക് വേണ്ടത്. ജസ്റ്റ് എന്ത് ചെയ്യുക, ആദ്യം ഈ ടാഗ് ജനറേറ്റർ ജസ്റ്റ് ഓപ്പൺ ആക്കുക. നേരത്തെ പോലെ തന്നെ നമ്മൾ ഇപ്പോൾ യൂട്യൂബ് ടിപ്സ് ആണെങ്കിൽ യൂട്യൂബ് മലയാളം ടിപ്സ് കൊടുക്കുക, ജനറേറ്റ് ചെയ്യുക. നേരത്തെ അതേ പരിപാടി തന്നെയാണ്. മൊത്തം വന്നിട്ടുണ്ട്. സെലക്ട് ഓൾ കൊടുക്കുക, കോപ്പി സെലക്ട് കൊടുക്കുക. എന്നിട്ട് നേരത്തെ നമ്മൾ ചാറ്റ് ജിപിടി ഒരിക്കൽ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരിക്കൽ ചെയ്ത് വെച്ചതുകൊണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് റിമൂവ് ചെയ്തിട്ട് വന്നോളൂ. ഒറ്റ പ്രാവശ്യം നമ്മൾ കമാൻഡ് കൊടുക്കേണ്ടതുള്ളൂ. പിന്നെ ഓരോ പ്രാവശ്യവും നമ്മൾ കൊടുക്കണമെന്നില്ല. സെയിം പരിപാടി തന്നെ വന്നോളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, നമ്മൾ പിന്നെ ടാഗ് സെക്ഷനിൽ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടെങ്കിൽ കോമ വേണം, ഇത്രയും വേണ്ട. യൂട്യൂബ് ടിപ്സ് ഇതൊക്കെ വന്നിട്ടുണ്ട്. കോപ്പി ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെ ഈ സൈഡിലുള്ള ഈ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ കാണാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് ചെയ്ത യൂട്യൂബ് ടിപ്സ് മലയാളം എന്ന് കാണാൻ പറ്റും. അവിടെ അത് സെലക്ട് ചെയ്തിട്ട് അവിടെ ഇതേപോലെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ മതി. ഇതുപോലെ നമ്മുടെ ഓരോ വീഡിയോസിന് താഴെ അതിനനുസരിച്ചിട്ടുള്ള ഈ കീവേഡ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കീവേഡ് വഴി നമുക്ക് സെർച്ച് ചെയ്യും. അപ്പോൾ ആ കീവേഡ് വഴി നമുക്ക് സെർച്ചിലൂടെ നമ്മളെ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇപ്പോൾ ഇതാണ് കീവേഡ് നമ്മൾ ആഡ് ചെയ്യുന്ന, ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതിൻ്റെ 2 രീതികൾ പറഞ്ഞാൽ. ഇനിയും ഒരുപാട് ആപ്പുകളുണ്ട്. ട്യൂബൽഡി ഉണ്ട്, അതുപോലെ ഒരുപാട് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആപ്പുകളുണ്ട്. പക്ഷേ ഇത് കുറച്ചുകൂടി എളുപ്പമായത് കൊണ്ട് ഇത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ടാഗ് എന്താണ്, പിന്നെ ഹാഷ്ടാഗ് എന്താണ്, കീവേഡ്സ് എന്താണ് കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കൂടി ചെയ്യുക. ഇത് മാത്രം കൊണ്ട് സക്സസ് ആവുന്ന വീഡിയോ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫോർട്ട് കൂടി വേണം. അതുപോലെ ബാക്കി കമ്പനിയും കാര്യങ്ങളൊക്കെ സെറ്റായി ചെയ്യണമെന്നാൽ മാത്രമേ വീഡിയോ സക്സസ് ആവുള്ളൂ. പക്ഷേ ഇതും അതിലൊരു ഘടകമാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം.